തിരുവചനം തിരുവചനം. യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, ഞങ്ങളിന്ന് ശ്രവിക്കാൻ പോകുന്ന വചനങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിന് വലിയൊരു മാറ്റത്തിന് ഉള്ള കൃപ സ്വർഗത്തിൽ നിന്ന് നീ നൽകണമേ. പരിശുദ്ധ അമ്മേ ദൈവമാതാവേ, നിൻ്റെ പുത്രൻ്റെ മഹത്വം വ്യാപരിക്കാൻ നീ പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകൾ നീ അനുഗ്രഹിക്കപ്പെട്ടാവുന്നു, നിൻ്റെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ്റെ അപേക്ഷിച്ചുള്ളമേ. അമ്മേ. വചനം ഇങ്ങനെ പറയുന്നു. യേശയ്യാ 22 അതിൻ്റെ 22-ാം വചനം. നമ്മൾ ഒത്തിരി കേട്ട് പഠിക്കുന്ന ഒരു വചനമാണ്. ദാവീദ് ഭവനത്തിൻ്റെ താക്കോൽ അവൻ്റെ തോളിൽ ഞാൻ വച്ചു കൊടുക്കും. അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയോ അവൻ അടച്ചാൽ ആരും തുറക്കുകയില്ല. ദാവീദ് ഭവനത്തിൻ്റെ താക്കോൽ ഞാൻ അവൻ്റെ മേൽ വച്ചു കൊടുക്കും. അവൻ തുറന്നാൽ പിന്നെ ആരും അടയ്ക്കില്ല, അവൻ അടച്ചാൽ പിന്നെ ആരും തുറക്കില്ല. പലപ്പോഴും നമ്മൾ ഒത്തിരി തടസ്സങ്ങളൊക്കെ മാറാൻ വേണ്ടി, അനുഗ്രഹങ്ങളൊക്കെ ഒഴുകപ്പെടാൻ വേണ്ടി ഈ വചനം ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ട്. ദാവീദ് ഭവനത്തിൻ്റെ താക്കോൽ അവൻ്റെ മേൽ വെച്ച് കൊടുക്കും, അവൻ തുറന്നാൽ പിന്നെ ആരും അടയ്ക്കത്തില്ല. നമ്മൾ അനുഗ്രഹത്തിൻ്റെ വാതിലൊക്കെ തുറക്കപ്പെടാൻ വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷേ ഈ ഒരു വചനത്തിൽ ഒത്തിരി നിഗൂഢതകൾ, ഒത്തിരി രഹസ്യങ്ങൾ കർത്താവ് മറച്ചു വെച്ചിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ശരിക്കും ഒരു കീവേഡാണ്. ശരിക്കും ഒരു കീവേഡാണ്. അവൻ്റെ മേൽ ഞാൻ വെച്ചു കൊടുക്കുന്നു. ദാവീദ് ഭവനത്തിൻ്റെ താക്കോൽ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. അത് അവൻ്റെ മേൽ വെച്ചിരിക്കുന്നത്. ഇത് നമ്മളെ ബേസ് ചെയ്ത് നമ്മൾ നോക്കിക്കഴിയുമ്പോൾ, ഈ വചനം നമ്മൾ ഏറ്റെടുത്ത് കഴിയുമ്പോൾ ഇങ്ങനെ വരുന്നത്: ദാവീദ് ഭവനത്തിൻ്റെ താക്കോൽ എൻ്റെ മേൽ വെച്ച് തന്നിരിക്കുന്നു, എൻ്റെ മേൽ വച്ചിരിക്കുന്നു. അപ്പം ഞാൻ തുറന്നാൽ പിന്നെ ആരും അടയ്ക്കുകയില്ല, ഞാൻ അടച്ചാൽ പിന്നെ ആരും തുറക്കുകയില്ല. ശരിക്കും വിശുദ്ധ അഗസ്തീനോസ് ഇങ്ങനെ പറഞ്ഞു വെക്കുന്നുണ്ട്: നിന്നെ കൂടാതെ, നിന്നെ സൃഷ്ടിച്ച ദൈവത്തിന് നിന്നെ കൂടാതെ നിന്നിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയാണ് പറയുന്നത്. ശരിയല്ലേ? നിന്നെ കൂടാതെ, അല്ലേ? നമ്മളെ കൂടാതെയാണ് നമ്മുടെ ദൈവം നമ്മളെ സൃഷ്ടിച്ചത്. പക്ഷേ ദൈവം നമുക്കൊരു സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. ആ സ്വാതന്ത്ര്യത്തിനകത്ത് ദൈവം ഇടപെടത്തില്ല. അതുകൊണ്ട് നമ്മൾ വിചാരിക്കാതെ നമ്മളൊരു മാറ്റം സംഭവിക്കത്തില്ല. ഓക്കെ, അതനുസരിച്ച് നോക്കുമ്പോൾ ദാവീദ് ഭവനത്തിൻ്റെ താക്കോൽ എൻ്റെ മേൽ വെച്ചിരിക്കുന്നു. ഞാൻ തുറന്നാൽ പിന്നെ ആരും അടയ്ക്കത്തില്ല, ഞാൻ അടച്ചാൽ പിന്നെ ആരും തുറക്കത്തില്ല. ശരിക്കും ഈ ദൈവത്തിൻ്റെ വചനമാകുന്ന താക്കോൽ അതൊരു താക്കോലാണ്, അതൊരു വേർഡാണ്. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു ഈ കീവേഡ്സ് എന്ന് പറഞ്ഞ വേർഡൊക്കെ വന്നത്. കാരണം ഇതൊരു താക്കോലാണ് ദൈവത്തിൻ്റെ, പക്ഷേ അത് വചനമാണ്. കീവേഡ്, പാസ്വേഡ് എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, അല്ലേ? നമ്മളൊരു ആപ്ലിക്കേഷൻ തുറക്കണമെങ്കിൽ ഒരു പർട്ടിക്കുലർ പാസ്വേഡ് ഇട്ടെങ്കിൽ മാത്രമേ ആപ്ലിക്കേഷൻ തുറക്കത്തുള്ളൂ. നമ്മുടെ ഒരു മൊബൈൽ ഓപ്പൺ ചെയ്യണമെങ്കിൽ ആ പാസ്വേഡ് ഇട്ടെങ്കിൽ മാത്രമേ നമുക്ക് മൊബൈൽ ഓപ്പൺ ചെയ്ത് അകത്ത് കയറാൻ പറ്റത്തുള്ളൂ. എന്ന് പറയുന്ന പോലെ തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ ഉള്ളിലേക്ക് കയറാനുള്ള ഓരോ താക്കോലുകളാണ് ഈ ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത്. ശരിക്കും അതാ ദാവീദ് ഭവനത്തിൻ്റെ താക്കോൽ എൻ്റെ മേൽ വെച്ചിരിക്കുന്നു, ഞാൻ അതെടുത്ത് തുറക്കണം. ഞാൻ തുറന്നെങ്കിൽ പിന്നെ ആർക്കും അത് അടയ്ക്കാൻ പറ്റത്തില്ല. വേറെ ഒരു വ്യക്തി ശ്രമിച്ചാലും അത് അടയ്ക്കാൻ പറ്റില്ല. ഇനി ഞാൻ വിചാരിക്കുകയാണ് ഇത് ഞാൻ തുറക്കുന്നില്ല എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ വേറൊരു ഏതൊക്കെ വ്യക്തികൾ തലകുത്തി മറിഞ്ഞെന്ന് പറഞ്ഞാലും നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു കാര്യങ്ങളും തുറക്കാനായിട്ട് അവർക്ക് പറ്റത്തില്ല. ശരിക്കും ഇത് നമ്മുടെ ഹൃദയത്തിൻ്റെ ഒരു ഡോറാണ്. ശരിക്കും ഹൃദയത്തിൻ്റെ ചിന്തകളുടെ ഡോറാണ്. ഈ ഡോറ് തുറക്കേണ്ടിയിരിക്കുന്നു. ഇനി എന്തിനു വേണ്ടി ഇത് തുറക്കണം? ശരിക്കും നമുക്ക് അറിയാം, നമ്മളിപ്പോൾ വീട്ടിൽ ജീവിച്ച് വരുന്നതാണ്, നമ്മളോരോ ഭവനത്തിൽ ജീവിച്ച് വരുന്നുണ്ട്, നമ്മുടെ ഓഫീസിൽ നമ്മൾ ചെല്ലുന്നുണ്ട്, നമ്മുടെ ജോലി മേഖലയുണ്ട്, നമ്മൾ സൊസൈറ്റിയിൽ ഇറങ്ങുന്നുണ്ട്, സാമൂഹികപരമായ ജീവിതത്തിലൊക്കെ നമ്മൾ ഇടപെടുന്നുണ്ട്. അപ്പോൾ ഈ ഇടപെടുമ്പോൾ ഒരുപാട് പ്രശ്നത്തെ നമ്മൾ ഫേസ് ചെയ്താണ് അപ്പുറം കടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും ചെയ്യുന്നൊരു കാര്യമുണ്ട്, നമ്മുടെ ഭാഗത്തിലേക്ക് നമ്മൾ ചിന്തിക്കത്തില്ല, നമ്മൾ മറ്റുള്ളവരിലേക്ക് നോക്കും. ഇപ്പം വീട്ടിൽ ഒരു ഭർത്താവായ ഞാൻ ആദ്യം ചെയ്യുന്നത് എൻ്റെ ഭാര്യയിലേക്ക് നോക്കും, മക്കളിലേക്ക് നോക്കും, മാതാപിതാക്കളിലേക്ക് നോക്കും, സഹോദരങ്ങളിലേക്ക് നോക്കും. എന്നിട്ട് അവരുടെ പ്രശ്നങ്ങളെല്ലാം ഞാൻ ഐഡൻറ്റിഫൈ ചെയ്തെടുത്തുകൊണ്ടിരിക്കും. എടുത്തിട്ട് നമുക്ക് വീട്ടിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ അവരുടെ മേൽ ഇട്ടിട്ട് നമ്മൾ ഒഴിവാകുക. ശരിക്കും ഈ ഏദൻ തോട്ടത്തിൽ ആദം ഹവ്വയും ചെയ്ത അതേ കാര്യം തന്നെ നമ്മളിത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, അല്ലേ? ആദത്തോട് ദൈവം വന്ന് ചോദിച്ചു, ആദം എന്തിനാടാ നീ ആ ഒരു പഴം കഴിച്ചത്? അപ്പോൾ ആദത്തിന് ഒരൊറ്റ കാര്യം ചെയ്താൽ മതിയായിരുന്നു, എൻ്റെ പൊന്നു കർത്താവേ സോറി തെറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷേ ആദം ആ ഒരു ഉത്തരവാദിത്തം സ്വയമായിട്ട് ഏറ്റെടുക്കുന്നില്ല. അതിന് പകരം ആദം കുറേ കാരണങ്ങൾ കണ്ടുപിടിച്ചിട്ട് അവയുടെ തലയിലിടുവാണ്. ഞാൻ ഒറ്റയ്ക്ക് നടന്നപ്പോൾ കുഴപ്പമില്ലായിരുന്നു, നീ എനിക്കൊരുത്തിയെ തന്നില്ലേ, അവളുടെ അടുത്ത് ചെന്ന് ചോദിക്കാൻ പറഞ്ഞു. അപ്പം അവയോടും ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ മോളെ ആ പഴം കഴിച്ചത്? അവയും പറഞ്ഞാൽ മതിയായിരുന്നു, എൻ്റെ പൊന്നു കർത്താവേ സോറി തെറ്റിപ്പോയി, ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. പക്ഷേ അവയും കുറേ കാരണങ്ങൾ കണ്ടുപിടിച്ചിട്ട് പാമ്പിൻ്റെ തലയിലിട്ട് ഒഴിവാകുക. ഇതുപോലാണ് നമ്മളിൽ നിന്ന് പുറത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കും എപ്പോഴും.
എപ്പോഴും നമ്മളിൽ നിന്ന് പുറത്തേക്ക് നോക്കുക, നമ്മുടെ ഉള്ളിലേക്ക് വരുന്നില്ല. അപ്പോൾ പുറത്ത് നോക്കുമ്പോൾ മൊത്തം പ്രശ്നങ്ങളാണ്, ജീവിത പങ്കാളി പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ പറയും ആ പ്രശ്നം കൊണ്ടാണ് ദാമ്പത്യത്തിനുണ്ടാകുന്ന വിഷയം മൊത്തം ജീവിത പങ്കാളിയുടെ പ്രശ്നമാണ് എന്ന് പറയും. ഈ കുടുംബത്തിലെ പ്രശ്നമാണ്, മക്കളെ പ്രശ്നമാണ്, മാതാപിതാക്കളെ പ്രശ്നമാണ്. അപ്പോൾ നമ്മുടെ ഇവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്കെല്ലാം ഉത്തരവാദി മാതാപിതാക്കളാണെന്ന് പറയും, മക്കളാണെന്ന് പറയും, ഇനി സഹോദരങ്ങളാണെന്ന് പറയും, അല്ലെ അയൽവാസിയാണെന്ന് പറയും. അല്ലേ, രാഷ്ട്രീയ പ്രസംഗങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും. ഇവിടെ നിന്നുകൊണ്ട് ബാക്കി എല്ലാ കാര്യവും പറയും, അവിടെ പ്രശ്നമാണ് ഇവിടെ പ്രശ്നമാണ് എല്ലാം പറയും. പക്ഷേ ഇവിടുത്തെ പ്രശ്നം ആരും പറയത്തില്ല എന്ന് പറയുന്ന പോലെ നമ്മളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ഈ വചനമാകുന്ന താക്കോൽ എടുക്കാനും ആഗ്രഹിക്കുന്നില്ല, നമ്മളതങ്ങ് അടച്ചിട്ടേക്കുക, നമ്മുടെ ഡോർ അങ്ങ് അടച്ചിട്ടേക്കുക. എന്നിട്ട് നമ്മൾ ഈ പുറത്തോട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അവിടെയാണ് പ്രശ്നം, ഇവിടെയാണ് പ്രശ്നം, അപ്പുറത്താണ് പ്രശ്നം എന്ന് പറഞ്ഞിട്ട്. ഓഫീസിൽ ചെല്ലട്ടെ, അല്ലേ, നമുക്കൊരു ഉത്തരവാദിത്തം നേരെ ചൊവ്വ ചെയ്യാനുള്ള ഒരു കഴിവിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. എന്നിട്ട് അവിടെ റിസൾട്ട് കാണാത്തപ്പോൾ നമ്മളിങ്ങനെ ബ്ലെയിം ചെയ്യുകയാണ്, അവർ കാരണമാണ്, ഇവർ കാരണമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിൽ നിന്ന് പുറത്തേക്കാണ് നോക്കുന്നത്. എന്നിട്ട് അവരെ എല്ലാം നന്നാക്കാൻ നോക്കുക. അവരുടെ തലയ്ക്കകത്ത് കയറി അവരുടെ ചിന്താഗതി മാറ്റാനുള്ള ഒരു അവകാശമൊന്നും നമുക്ക് ദൈവം തന്നിട്ടില്ല. കാരണം എനിക്ക് സ്വതന്ത്രമായിട്ട് ചിന്തിക്കാനുള്ള കഴിവുണ്ടെന്ന് ഞാൻ ചിന്തിക്കുന്നുണ്ട്. കാരണം എനിക്കത് തന്നിട്ടുണ്ട്, അതനുസരിച്ചാണ് എൻ്റെ ചിന്തകളൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇതുപോലെ തന്നെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തികൾക്കും അവർക്ക് സ്വന്തമായിട്ട് ചിന്തിക്കാനും കാര്യങ്ങൾ ചെയ്യാനുള്ള എബിലിറ്റിയും കഴിവും എല്ലാം കർത്താവ് കൊടുത്തിട്ടുണ്ട്. അത് അവരുടെ സ്വാതന്ത്ര്യമാണ്, അതിനകത്ത് കയറി നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്നിട്ട് നമ്മൾ അവർ ചെയ്യുന്നത് ശരിയല്ല, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, അങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും. എല്ലാം പുറത്തോട്ടാണ് പറയുന്നത്. അത് വിട്ടിട്ട് ഈ താക്കോലെടുത്ത് നമ്മൾ നമ്മുടെ ജീവിതം തുറക്കാനായിട്ട് തുടങ്ങണം. അല്ലേ, വെളിപാടിൻ്റെ പുസ്തകത്തിൽ ഈശോ പറയുന്നുണ്ട്, ഞാൻ ഹൃദയവാതിൽക്കൽ വന്ന് മുട്ടുന്നു, ആരെങ്കിലും എനിക്ക് വേണ്ടി ഒന്ന് തുറന്ന് തന്നിരുന്നെങ്കിൽ. ഹൃദയവാതിൽക്കൽ വന്ന് മുട്ടുന്നു എന്ന് വെച്ചാൽ ദൈവം വചനത്തിലൂടെ നമ്മുടെ ഹൃദയത്തിൽ വന്ന് ഇങ്ങനെ ഇടിച്ചുകൊണ്ടിരിക്കുക. അല്ലേ, നമ്മൾ ദേവാലയത്തിൽ ചെല്ലുമ്പോൾ വചനം ശ്രവിക്കുന്നുണ്ട്, കുർബാനയ്ക്കിടയ്ക്ക് നമ്മൾ വചനം ശ്രവിക്കുന്നുണ്ട്, വചനപ്രഘോഷണ വേദികളിൽ നിന്ന് വചനം ശ്രവിക്കുന്നുണ്ട്, മീഡിയാസിലൂടെയൊക്കെ നമ്മൾ വചനം ശ്രവിക്കുന്നുണ്ട്, നമ്മൾ തന്നെ ബൈബിൾ വായിക്കുമ്പോൾ വചനം ശ്രവിക്കുന്നുണ്ട്. ഇതെല്ലാം വന്നിട്ട് ഈശോ പറഞ്ഞ പോലെ ഞാൻ ഹൃദയവാതിൽക്കൽ വന്ന് മുട്ടുന്നു. അല്ലേ, നോക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുക, തട്ടിക്കൊണ്ടേ ഇരിക്കുക. കാരണം ഓരോ വചനം വന്ന് ഇങ്ങനെ ഇടിച്ചിടിച്ചിടിച്ചിടിച്ചിടിച്ച് നിൽക്കുകയാണ്. ആരെങ്കിലും എനിക്ക് വേണ്ടി വാതിലൊന്ന് തുറന്നിരുന്നെങ്കിൽ, ഹൃദയമാകുന്ന വാതിലൊന്ന് തുറന്നിരുന്നെങ്കിൽ. കാരണം നമ്മളിപ്പം അടച്ചിരിക്കുന്ന ഒരു റൂമിനകത്തോട്ട് കയറി ചെല്ലണം. എന്താ ചെയ്യുന്നത്? ആദ്യം നമ്മൾ അതിൻ്റെ താക്കോലെടുത്തിട്ട് ആ ലോക്ക് തുറക്കും, ശരിയല്ലേ? ലോക്ക് തുറന്നാണ് ഈ റൂമിനുള്ളിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത്. ഇതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ തലങ്ങളിൽ വ്യത്യസ്തമായ പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓരോ പ്രശ്നത്തിൻ്റെ ഈ വാതിൽ, ഈ ഓരോ വചനം അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള വചനം, അല്ലേ? ഒരു പർട്ടിക്കുലർ ലോക്ക് തുറക്കാനായിട്ട് അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ലോക്ക് ഇട്ടാലേ അത് തുറക്കാൻ പറ്റത്തുള്ളൂ, ശരിയാണല്ലോ? അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ലോക്ക് തന്നെ ഇടണം, അല്ലേ? ആ ലോക്ക് തുറക്കാനായിട്ട് അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള കീ തന്നെ ഇട്ടെങ്കിൽ മാത്രമേ ആ ലോക്ക് നമുക്ക് ഓപ്പൺ ചെയ്ത് കിട്ടത്തുള്ളൂ. ഇനി ആ കീ ഇട്ടിട്ട് വേറൊരു ലോക്ക് നമുക്ക് തുറക്കാൻ പറ്റത്തില്ല. എന്ന് പറയുന്ന പോലെ തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ പ്രശ്നങ്ങൾക്ക്, ഓരോ സിറ്റുവേഷനിൽ, ഓരോ മേഖലയ്ക്ക് കർത്താവ് ഓരോ വചനങ്ങൾ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിപ്പുണ്ട്. ഇനി വീട്ടിലെ പ്രശ്നങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിൽ കുറേ വചനങ്ങൾ കർത്താവ് ഇങ്ങനെ നമുക്ക് തരുന്നു. ഇനി ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട്, പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ തരും. ഇനി ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ തരും. ഇനി ഡെയിലി റുട്ടീനുമായിട്ട് ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ തരും നമുക്ക്. ഇനി ഒരു ഇൻ്റർപേഴ്സണാലിറ്റി റിലേഷൻഷിപ്പ്, മറ്റുള്ളവരുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട കുറേ വചനങ്ങൾ തരും. എന്ന് വെച്ചാൽ ഓരോ പർട്ടിക്കുലർ ലോക്കിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഓരോ കീ ഉള്ളതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ പല മേഖലയ്ക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള വചനങ്ങൾ ദൈവം ബൈബിളിലൂടെ കുർബാനയ്ക്ക് മധ്യേ എല്ലാം നമുക്ക് ഇങ്ങനെ തന്നുകൊണ്ടിരിപ്പുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആ താക്കോല് പതുക്കെ എടുത്തിട്ട് ആ ഡോർ അങ്ങ് തുറക്കണം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഓഫീസിൽ ഒരു സ്റ്റാഫുമായിട്ട് ഭയങ്കര പ്രശ്നമാണ് എന്ന് കരുതിക്കോ, എക്സാമ്പിളാണ്. ഇപ്പോൾ ഒരു സ്റ്റാഫുമായിട്ട് ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് ഈ സ്റ്റാഫ് ഭയങ്കര വിഷയമാണ്, ഇതുകൊണ്ടാണ് ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്, ഇവിടെ ഒന്നും നടക്കാത്തത് ഈ സ്റ്റാഫ് കാരണമാണ് എന്നൊക്കെയാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ ഒരു വിഷയം വന്നു കഴിയുമ്പോഴത്തേക്ക് ദൈവസന്നിധിയിൽ ചെന്ന് ഇരിക്കണം. ഞാനൊക്കെ ചെന്ന് ഇരിക്കാറുണ്ട്. ഏതെങ്കിലും ആരാധന ചെന്ന് കുത്തിയിരിക്കും, കുത്തിയിരുന്ന് അവിടെ ഇരുന്നിട്ട് ഞാൻ കർത്താവിനോട് ചോദിക്കും, കർത്താവേ ഞാൻ എന്നതാ ചെയ്യേണ്ടത്? ഈ ഒരു ഇൻറ്റേർണൽ കമ്മ്യൂണിക്കേഷൻ എപ്പോഴും ഉണ്ടാവണം ദൈവമായിട്ട്. ദൈവമേ, ഈ സിറ്റുവേഷൻ ഞാൻ എന്താ ചെയ്യേണ്ടത്? അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ഞാൻ അവിടുന്ന് പ്രാർത്ഥിച്ചിട്ട് പതുക്കെ ബൈബിൾ തുറക്കുമ്പോൾ കർത്താവ് കറക്റ്റ് പറഞ്ഞു തരും. അത് തുറന്നാലേ പറഞ്ഞു തരത്തുള്ളൂ. പിന്നെ വലിയ കയറിയൊന്നും വന്ന് ദൈവം ചെയ്യത്തില്ല ഒന്നും. അത് തുറക്കണം നമ്മൾ.
അത് തുറന്നിക്കുമ്പോഴത്തേക്ക് കറക്റ്റ് വചനം നമുക്ക് കിട്ടും. ആ വചനം വെച്ചിട്ട് ആ പർട്ടിക്കുലർ ആ ഒരു പ്രശ്നമാകുന്ന വാതിൽ പതുക്കെ നമ്മളങ്ങോട്ട് തുറക്കുക, തുറന്ന് അകത്തോട്ട് കയറുക അല്ലേ. ഒരു റൂമിനകത്ത് കയറി ചെല്ലുമ്പോഴത്തേക്ക് കുറേ കാലമായിട്ട് അടച്ചിട്ടിരിക്കുന്ന ഒരു റൂമിനകത്ത് കയറി ചെന്നാൽ എന്തായിരിക്കും അവസ്ഥ? അവിടെ ഇങ്ങനെ പൊടിപടലങ്ങളൊക്കെ വീണ് ചുക്കിലിയൊക്കെ ആയി അല്ലേ, ആകെ നാശമായി കിടക്കും. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ആ റൂമിനുള്ളിലേക്ക് കയറിയിട്ട് ഈ സാധനങ്ങളൊക്കെ ഒന്ന് തൂത്ത് തുടച്ചൊക്കെ വൃത്തിയാക്കണം എന്ന് പറയുന്ന പോലെ തന്നെയാണ് നമ്മുടെ ഓരോ പ്രശ്നമാകുന്ന ഡോറിലേക്ക്, ആ റൂമിനുള്ളിലേക്ക് നമ്മൾ കയറിയിട്ടില്ല എന്ന് വെച്ചാൽ എൻ്റെ ഉള്ളിലേക്ക് ഞാൻ കയറിയിട്ടില്ല. ഇത്രയും നാൾ ഞാൻ പുറത്തോട്ടാണ്. അപ്പോൾ പുറത്തോട്ട് വരുമ്പോഴത്തേക്ക് എല്ലാം പ്രശ്നമാണ്. ആ പ്രശ്നത്തിൽ ഞാൻ ഒരിക്കലും വളരുന്നില്ല, എനിക്കൊരു ഗ്രോത്ത് ഉണ്ടാവുന്നില്ല. കിട്ടുന്നുണ്ടോ? നമുക്കൊരു ഗ്രോത്ത് ഉണ്ടാവത്തില്ല. നമ്മളെല്ലാം പുറത്തോട്ട് ഇങ്ങനെ കുറ്റം വിധിച്ച് ജസ്റ്റിഫിക്കേഷനാണ് ഫുള്ള്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഒരിക്കലും നമ്മൾ വളരുന്നില്ല. അതേസമയം നമ്മൾ പതുക്കെ നമ്മളിലേക്ക് അങ്ങ് നോക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് വരിക. അങ്ങനെ ഞാനിങ്ങനെ ഇരുന്ന് ഈ വചനം വെച്ച് നോക്കും. ഈ വചനം വെച്ച് നോക്കുമ്പോഴത്തേക്ക് ശരിക്കും അങ്ങനെ ഒരു സ്റ്റാഫ് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഒരു സ്റ്റാഫിനെ പ്രശ്നം ഉണ്ടാക്കാതെ നോക്കാനുള്ള ഒരു കഴിവ് എനിക്കുണ്ടാവണം. ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത രീതിക്ക് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു എബിലിറ്റി എനിക്ക് വേണം. ഇനി ആ സ്റ്റാഫിനെ നന്നായിട്ട് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് എനിക്ക് വേണം. ഇനി അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അതിനെക്കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കാനുള്ള ഒരു എബിലിറ്റി എനിക്ക് വേണം. ഇത് എന്നിലാണ് മാറ്റം വരണ്ടേ, അല്ലാതെ ആ വ്യക്തിയിലല്ല മാറ്റം വരേണ്ടത്. കാരണം അവർ പല സിറ്റുവേഷനിൽ നിന്ന് ജീവിച്ച് വരുന്നവരാ. ഇപ്പം നമ്മുടെ ഇവിടെ ഒരു 10 പേര് വർക്ക് ചെയ്യുന്നുണ്ട്. 10 പേരും 10 കുടുംബത്തിൽ നിന്നാണ് വരുന്നത്. 10 കുടുംബത്തിൻ്റെ 10 രീതികളാണ്. ഇനി 10 സ്കൂളിൽ പഠിച്ചവരാ, 10 കോളേജിൽ പഠിച്ചവരാ, 10 ചിന്താഗതി ഉള്ളവരാ. കാരണം നമുക്ക് ഓരോരുത്തർക്കും ഓരോ ചിന്താഗതിയാണല്ലോ അല്ലേ. നമ്മുടെ പല ശരികളും അവർക്കൊക്കെ തെറ്റാണ്, അവരുടെ പല ശരികളും നമുക്കും തെറ്റാണ്. ഇത് 10 ടൈപ്പ് അല്ലേ അല്ലേ. ഇവരെ നമുക്ക് മാനേജ് ചെയ്യാനുള്ള ഒരു സ്കില്ലിലേക്ക് നമ്മളല്ലേ എത്തേണ്ടത്, അല്ലാതെ അവരാണോ മാറേണ്ടത്? അങ്ങനെ എല്ലാം മാറി നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്ക് ചെയ്യലുണ്ടാവില്ല. നമുക്ക് റിസൾട്ടിലേക്ക് എത്താൻ പറ്റത്തില്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ആ ഒരു പർട്ടിക്കുലർ വചനം നമ്മുടെ ജീവിതത്തിലേക്ക് എടുത്തിട്ട് ആ വചനം വെച്ചിട്ട് നമ്മുടെ ആറ്റിറ്റ്യൂഡിനെ മാറ്റാൻ തുടങ്ങണം. ഇത് ഞാൻ ശ്രമിച്ചാലേ നടക്കത്തുള്ളൂ. അതാ ഈശോ വ്യക്തമായിട്ട് പറയണത്, ദാവീദ് ഭവനത്തിൻ്റെ താക്കോൽ എൻ്റെ കുഞ്ഞെ ഞാൻ നിൻ്റെ തോളിൽ വെച്ചിരിക്കുന്നു, നീ തുറന്നാൽ പിന്നെ ആരും അടയ്ക്കത്തില്ല, നിനക്കേ അത് തുറക്കാൻ പറ്റത്തുള്ളൂ, നിനക്ക് മാത്രമേ അത് തുറക്കാൻ പറ്റത്തുള്ളൂ, നീ അത് തുറക്കണം, ഞാനത് തുറക്കണം. ഇതുപോലെ തന്നെയാണ് ഭവനത്തിൽ. ഇപ്പം ദാമ്പത്യ ജീവിതത്തിലൊരു പ്രശ്നം, കാരണം നമ്മുടെ ജീവിത പങ്കാളിക്ക് ഒരു കുറവുണ്ടെങ്കിൽ ആ കുറവോടുകൂടി തന്നെയാണ് ദൈവം നമുക്ക് തന്നിരിക്കണത്. എന്നിട്ട് ആ കുറവിനെ നോക്കി ഇവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്കെല്ലാം ഉത്തരവാദി ആ കുറവാണ് എന്ന് ഇങ്ങനെ വിധിക്കാനല്ല നമുക്ക് തന്നിരിക്കണത്. നമുക്കതിനെ നിറവാക്കി മാറ്റാനാണ് തന്നേക്കണേ. അതിനെ മനസ്സിലാക്കി അതിൻ്റെ കൂടെ ജീവിച്ച് അതിനെ മനസ്സിലാക്കി തന്നെ ഓരോ കാര്യങ്ങൾ ചെയ്യാനാണ് ദൈവം നമുക്ക് തന്നേക്കണത്. കാരണം അവിടെ എൻ്റെ ആറ്റിറ്റ്യൂഡാണ് മാറേണ്ടത്. കാരണം അതിനെ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റണം. ആ ഒരു സ്കില്ലിലേക്ക്, ആ ഒരു കഴിവിലേക്ക് ഞാൻ പതുക്കെ മാറേണ്ടിയിരിക്കുന്നു. ആ ഒരു സ്കില്ലിലേക്ക് ഞാൻ എത്തിയില്ലെങ്കിൽ എപ്പോഴും ഞാനിങ്ങനെ കുറ്റം വിധിക്കും. പ്രശ്നമാണ് എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. സകലതും പ്രശ്നമാണ്, വിഷയമാണ്. പിടികിട്ടുന്നുണ്ടോ? അപ്പം നമ്മളാ പതുക്കെ മാറേണ്ടത്. ഇനി നമ്മുടെ കുഞ്ഞുങ്ങൾ പറഞ്ഞാൽ കേൾക്കുന്നില്ല എന്നൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ കുഞ്ഞുങ്ങളെ കയ്യിലെടുക്കാനായിട്ട് ആ കുഞ്ഞുങ്ങളെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാൻ പറ്റും ആ ഒരു കഴിവിലേക്ക് ഞാൻ എത്തണം. അല്ലെങ്കിൽ എല്ലായിടത്തും പ്രശ്നമാണ്. ഇനി സമൂഹത്തിൽ പ്രശ്നം, അവിടെ എത്തുമ്പോഴും ഇതാ വിഷയം. കാരണം അവിടെയും നമ്മൾ എവിടേക്കോ മാറേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഈശോടത്ത് ചെന്ന് ഇരിക്കണം. നന്നായിട്ട് കുമ്പസാരിച്ച് ഒരുങ്ങി കുർബാനയൊക്കെ സ്വീകരിച്ചിട്ട് അവിടെ ഇരിക്കണം. ഒരു അരമണിക്കൂറെങ്കിലും കർത്താവിൻ്റെ കൂടെ ഇരിക്കണം അല്ലേ. മദർ തെരേസയൊക്കെ ചെയ്തിരുന്നത് അങ്ങനെയായിരുന്നു. കാരണം അമ്മയോട് വന്ന് ഒരു ഐറിഷ് റൈറ്റർ ചോദിക്കുന്നുണ്ട്, ഒരു 10 ലക്ഷം യൂറോ തന്നാലും ഞങ്ങൾക്കിത് ചെയ്യാൻ പറ്റത്തില്ല, അമ്മ എങ്ങനെയാണ് ചെയ്യുന്നത്? അപ്പോൾ അമ്മ പറയുന്നുണ്ട്, ഞാൻ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം എൻ്റെ കർത്താവിൻ്റെ കൂടെ ഒരു 3 മണിക്കൂർ ഇരിക്കുമെന്നാണ് പറയുന്നത്. 3 മണിക്കൂർ ഇരിക്കും വെളുപ്പിനെ. ഇരുന്ന് ആ സമൂഹത്തിലെ ആ രോഗികളെ എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത്, അവരെ എങ്ങനെയാണ് സ്നേഹത്തോടെ ചേർത്ത് പിടിക്കേണ്ടത്, അല്ലെങ്കിൽ സമൂഹത്തിൽ ഉത്തരവാദിത്തപ്പെട്ടവർ വരുമ്പോൾ അവരോട് എങ്ങനെയാണ് സംസാരിക്കേണ്ടത്, അവരെ എങ്ങനെയാണ് നമുക്ക് ചേർത്ത് അണയ്ക്കാൻ പറ്റുന്നത്, ആ പ്രശ്നത്തിൽ നമുക്ക് എങ്ങനെയാണ് പരിഹാരം തേടേണ്ടത് എന്നിങ്ങനെ ഇരിക്കും. ഇരുന്ന് വാങ്ങിച്ചെടുക്കും. ഇതുപോലെ തന്നെ നമ്മൾ ഇരിക്കണം.
ഇരിക്കണം. ഞാനൊക്കെ ചെന്ന് ഇരിക്കാറുണ്ട്, ഇരിക്കും. ഒരു 2 മാസമൊക്കെ കൂടുമ്പോൾ ഓട്ടും, എവിടെയെങ്കിലും പോയി ഒരു 1-2 ദിവസം സ്വസ്ഥമായിട്ട് ഇരിക്കും. ഇരുന്ന് നമ്മളെ തന്നെ ഇങ്ങോട്ട് മാറ്റം വരുത്തും. ഈ വചനമാകുന്ന ഈ താക്കോലിട്ട് അങ്ങോട്ട് തുറക്കാൻ തുടങ്ങും. തുറന്നിട്ട് ഈ ചുക്കിലിയും ചപ്പും ചവറും ഈ പൊട്ടിപടലങ്ങളും എല്ലാം തൂത്ത് തുടച്ച് മാറ്റും. തൂത്ത് തുടച്ച് മാറ്റിക്കഴിഞ്ഞാൽ റൂം ക്ലീൻ ആക്കണം. നമ്മൾ റൂം ക്ലീൻ ആക്കി കഴിഞ്ഞിട്ട് നമ്മളൊരു തീരുമാനം എടുക്കണം, അല്ലേ? അവിടെ ഒരു നല്ലൊരു സാധനം കൊണ്ട് വെക്കുന്ന പോലെയാണ്. അത് കാണാൻ നല്ല അട്രാക്റ്റഡ് ആയിരിക്കും. എന്ന് പറയുന്ന പോലെ തന്നെ നമ്മുടെ തീരുമാനം അത് എഫക്റ്റ് ചെയ്യും ശരിക്കും. അങ്ങനെ മാറ്റം വരുത്തിയെടുക്കണം. അങ്ങനെ നമ്മൾ തന്നെ അത് തുറന്നേ പറ്റത്തുള്ളൂ. ഇനി എനിക്ക് വേണ്ടി എൻ്റെ ജീവിത പങ്കാളി തുറന്നിട്ട് കാര്യമില്ല, എനിക്ക് വേണ്ടി എൻ്റെ മക്കൾ തുറന്നിട്ട് കാര്യമില്ല, എനിക്ക് വേണ്ടി ഞാൻ തന്നെ തുറക്കണം. എൻ്റെ മാതാപിതാക്കൾ വിചാരിച്ചിട്ട് കാര്യമില്ല. അത് അഗസ്തീനോസ് വ്യക്തമായിട്ട് പറയാം, നിന്നെ കൂടാതെ നിന്നെ സൃഷ്ടിച്ച ദൈവത്തിന് നിന്നെ കൂടാതെ നിന്നിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ചിന്തിക്കണം. നമുക്കൊരു മാറ്റം വരണമെങ്കിൽ, അങ്ങനെ മാറ്റം വന്നെങ്കിൽ മാത്രമേ പുതിയൊരു കഴിവിലേക്ക് ഞാൻ എത്തത്തുള്ളൂ. അങ്ങനെ മാറ്റം വന്നെങ്കിൽ മാത്രമേ ഒരു കുടുംബത്തെ നല്ല രീതിക്ക് എനിക്ക് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ പ്രശ്നമാണ്, എല്ലാം പ്രശ്നമാണ്. അത് മൊത്തം എൻ്റെ പ്രശ്നമായിട്ട് ഞാൻ കാണത്തില്ല, ഇത് മറ്റുള്ളവരുടെ പ്രശ്നമായിട്ട് ഞാൻ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. ഇത് തിരിച്ചിട്ട് ഇത് എൻ്റെ പ്രശ്നമായിട്ട് ഞാൻ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ മാത്രം വിഷയമാണ്, ഞാൻ കാരണമാണ് ഇവിടെ വിഷയം ഉണ്ടാകുന്നത്. കാരണം ഞാൻ നിൽക്കേണ്ട പോലെ നിന്ന് കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാകത്തില്ലല്ലോ. ഇനി ഞാൻ വിചാരിക്കുകയാണ് ഇതൊന്നും എനിക്ക് വേണ്ട, എൻ്റെ ജീവിതത്തിൽ ഇതൊന്നും വേണ്ട എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അവൻ അടച്ചാൽ പിന്നെ ആരും തുറക്കത്തില്ല. എന്ന് വെച്ചാൽ ഞാൻ അടച്ചാൽ പിന്നെ എൻ്റെ ജീവിതത്തിലെ ഡോറ് ആർക്കും തുറക്കാൻ പറ്റത്തില്ല, ദൈവത്തിന് പോലും തുറക്കാൻ പറ്റത്തില്ല. കാരണം ദൈവം സ്വാതന്ത്ര്യം തന്നിട്ടുണ്ടല്ലോ എനിക്ക്, അല്ലേ? 4 കാര്യങ്ങൾ എൻ്റെ മുമ്പിൽ വെച്ച് തന്നിട്ടുണ്ടല്ലോ കർത്താവ്, അല്ലേ? പ്രഭാഷകൻ 37:17 പറയുന്നത്, നിൻ്റെ മുമ്പിൽ ഞാൻ 4 കാര്യങ്ങൾ വെച്ചിരിക്കുന്നു: ജീവൻ, മരണം, നന്മ, തിന്മ. നിനക്ക് ഇഷ്ടമുള്ളത് ഓപ്റ്റ് ചെയ്യാന്ന് പറയുന്നത്, അല്ല? ഇത് ഓപ്റ്റ് ചെയ്യുന്ന സ്വാതന്ത്ര്യം എനിക്ക് തന്നിട്ടുണ്ടല്ലോ. അതിനകത്ത് കർത്താവ് ഇടപെടില്ല. ഞാൻ നന്മ ചെയ്താൽ ആത്മാവിൽ ജീവിക്കുന്ന വ്യക്തിയായി മാറും, അല്ലേ? ആത്മാവിൽ ജീവിക്കുന്ന വ്യക്തിയായി മാറും. ഞാൻ തിന്മ ചെയ്ത് കഴിഞ്ഞാൽ ആത്മാവിൽ മരിക്കുന്ന വ്യക്തിയായിട്ട് മാറും. ഇനി ആത്മാവിൽ ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ മാത്രമേ നമ്മുടെ ഈ പ്രവൃത്തികൾ നന്മയായിട്ട് പുറത്തോട്ട് വരത്തുള്ളൂ, മറ്റുള്ളവർക്ക് നന്മയായിട്ട് മാറത്തുള്ളൂ. സൗമ്യതയോടുകൂടി നമുക്കൊന്ന് സംസാരിക്കാൻ പറ്റത്തുള്ളൂ, കരുണയോടുകൂടി കാണാൻ പറ്റത്തുള്ളൂ, ഒന്ന് ചേർത്ത് പിടിക്കാൻ പറ്റത്തുള്ളൂ, പ്രശ്നങ്ങൾ പരിഹരിച്ച് അപ്പുറം കടക്കാൻ പറ്റത്തുള്ളൂ, നമുക്ക് പുതിയ കഴിവിലേക്കൊക്കെ നമുക്ക് എത്താൻ പറ്റത്തുള്ളൂ, നമ്മുടെ ജീവിതം ഒരു ക്വാളിറ്റി ആക്കി മാറ്റാൻ പറ്റത്തുള്ളൂ. ഈ ആത്മാവില്ലെങ്കിലോ? ഞാൻ തിന്മ മാത്രം ഓപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞാൽ ഞാൻ ആത്മാവിൽ മരിച്ച ഒരു വ്യക്തിയാണ്, അല്ലെ? ആത്മാവില്ലാത്ത ആചാരങ്ങൾ എന്നൊക്കെ പറയും. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു കുർബാനയ്ക്കൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഭക്തിപൂർവ്വം നിൽക്കാൻ പറ്റത്തില്ല, കാരണം അവിടെ ആത്മാവില്ല. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ട് നിൽക്കും. ഒരു സന്ധ്യാപ്രാർത്ഥനയ്ക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല, കാരണം ആത്മാവില്ല, ആത്മാവിൽ മരിച്ചവരാ. ഇനി ഒരു വ്യക്തിയോട് സംസാരിക്കുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ അതരത്തിൽ നിന്ന് ഒരു കരുണയോട് കൂടിയുള്ളൊരു സംസാരം പുറത്തു വരത്തില്ല, അല്ലേ? കൊളോസിയൻസ് 4:6 പറയുന്നത്, അല്ലേ? നിങ്ങളുടെ സംസാരം എപ്പോഴും കരുണാശ്രിതവും ഹൃദ്യവുമായിരിക്കട്ടെ എന്നാണ് പറയുന്നത്. കരുണ വരണം നമുക്ക്. ആ കരുണ ഉണ്ടാവണമെങ്കിൽ ആത്മാവ് ജ്വലിക്കണം. ഈ ആത്മാവ് ജ്വലിക്കണമെങ്കിൽ നമ്മൾ തന്നെ തീരുമാനിച്ച് ഈ നന്മ ഓപ്റ്റ് ചെയ്യണം. ഓപ്റ്റ് ചെയ്തില്ലെങ്കിൽ പറ്റത്തില്ല, അല്ല? ഇങ്ങനെയും ചെയ്യാമായിരുന്നു, പക്ഷെ ആ സിറ്റുവേഷൻ നീ അങ്ങനെയാണ് ചെയ്തത്, അതുകൊണ്ടായി പ്രശ്നങ്ങൾ. ഇങ്ങനെയും പറയാമായിരുന്നു ആ ഒരു സിറ്റുവേഷനിൽ. കുടുംബത്തിലൊരു പ്രശ്നം ഉണ്ടായപ്പോൾ, അല്ലെങ്കിൽ ഓഫീസിലൊരു പ്രശ്നം ഉണ്ടായപ്പോൾ, സമൂഹത്തിലൊരു പ്രശ്നം ഉണ്ടായപ്പോൾ നിനക്ക് വേണമെങ്കിൽ ഇങ്ങനെയും ആൻസർ പറയാമായിരുന്നു, പക്ഷെ നീ പറഞ്ഞത് അങ്ങനെ ആയിപ്പോയി. ഇങ്ങനെയും എന്നൊരു ഓപ്ഷൻ കർത്താവ് നിൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട്. ഒരു ബിസിനസ് നീ സ്റ്റാർട്ട് ചെയ്തപ്പോൾ, ഒരു ജോലിയിൽ നീ അത് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നിനക്ക് വേണമെങ്കിൽ ഇങ്ങനെയും ചെയ്യാമായിരുന്നു. ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ കടബാധ്യത നിനക്ക് വരില്ലായിരുന്നു. ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഈ ഓഫീസിലെ പ്രശ്നം നിനക്ക് വരില്ലായിരുന്നു, അല്ലേ? അതിനുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നല്ലോ. നീ ദൈവത്തെ കുറ്റം പറഞ്ഞേക്കരുത്, നീ ദൈവം ഇതെല്ലാം കാണുന്നില്ല എന്നൊന്നും ചോദിച്ചേക്കരുത്. കാരണം നിൻ്റെ ഫ്രണ്ടിൽ ഓപ്ഷൻ വെച്ചിട്ടുണ്ട് കർത്താവ്, ഓപ്ഷൻ വെച്ചിട്ടുണ്ട്. അതിനകത്ത് കർത്താവ് ഇടപെടത്തില്ല. വേണമെങ്കിൽ നിനക്ക് ഓപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ വേണ്ട, അല്ലേ? നേരത്തെ പറഞ്ഞ വലിഞ്ഞു കയറിയൊന്നും വന്ന് കർത്താവ് ഒന്നും ചെയ്യത്തില്ല. അതുകൊണ്ട് നമ്മൾ പയ്യെ ഓരോ പ്രശ്നങ്ങളുടെ വാതിൽ പതുക്കെ തുറക്കണം.
ഇനി ഫിനാൻഷ്യൽ അല്ലേ, നമുക്ക് വരുമാനമായിട്ട് കിട്ടുന്നുണ്ട്, നമുക്ക് ശമ്പളമായിട്ടൊക്കെ ക്യാഷ് കിട്ടുന്നുണ്ട് നമ്മുടെ വീട്ടിലെ ആവശ്യങ്ങൾക്കൊക്കെ ഉപകരിക്കാൻ വേണ്ടി. പക്ഷേ ആ പൈസ എങ്ങനെ വിനിയോഗിക്കണം അല്ലേ? ഇങ്ങനെയും വിനിയോഗിക്കാം, അങ്ങനെയും വിനിയോഗിക്കാം. ശരിയാണല്ലോ. ഇതെങ്ങനെ വിനിയോഗിക്കണം? അതിന് ഒത്ത ഇതുപോലത്തെ ഒരു കീവേഡ് ദൈവത്തിൻ്റെ വചനം എടുത്തിട്ട് ആ ഒരു മേഖല പതുക്കെ തുറക്കണം. തുറന്നിട്ട് എന്ത് ചെയ്യണം, എന്ത് ചെയ്യണ്ട, ഇങ്ങനെ കൊണ്ട് പോകണം. കർത്താവിനോട് ചോദിക്കണം. ചോദിച്ചിട്ട് ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മാത്രം നമ്മൾ ചെയ്യണം അല്ലേ? ആ നന്മ മാത്രം ചെയ്യുക. നന്മ മാത്രം ചെയ്യുമ്പോൾ പതുക്കെ അത് കംപ്ലീറ്റ് ഇങ്ങനെ ഉപയോഗപ്രദമായിട്ട് മാറുക. അല്ലെങ്കിൽ ആ കിട്ടുന്ന സാലറി കംപ്ലീറ്റ് പ്രയോജനരഹിതമായിട്ട് മാറിക്കൊണ്ടിരിക്കുക. നമുക്ക് പ്രയോജനപ്പെടില്ല. പതുക്കെ എല്ലാ മേഖലയും ഇതുപോലെ നമ്മൾ ആ വചനം എടുത്ത്, വചനമാകുന്ന ആ കീവേഡ്, അതൊരു താക്കോലല്ലേ, അതെടുത്ത് തുറക്കണം. നമുക്ക് തുറന്നിട്ട് ആ അടഞ്ഞു കിടക്കുന്ന റൂം വർഷങ്ങളായി അല്ലേ, എനിക്ക് 35 വയസ്സുണ്ട്. ഈ 35 വർഷമായിട്ട് ഞാൻ അടച്ചിട്ടിരിക്കുന്ന പല റൂമുകളുണ്ട് എൻ്റെ ഹൃദയത്തിനകത്ത്. ഞാൻ ഇതുവരെ കയറിയിട്ടില്ല. ഞാൻ ഇന്ന് വരെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് മറ്റുള്ളവരുടെ റൂം തുറന്നിട്ട് ഒരു കാര്യമില്ല. നമ്മുടെ റൂം തുറക്കണം. നമ്മുടെ റൂം തുറന്നിട്ട് ഉള്ളിൽ കയറിയിട്ട് പതുക്കെ എല്ലാം ക്ലീൻ ചെയ്ത് മാറുമ്പോൾ പുതിയ കഴിവുകളിലേക്ക് ദൈവം നമ്മളെ നയിക്കും. പുതിയ ഒരു എബിലിറ്റിയിലേക്ക് നമ്മൾ പതുക്കെ മാറും. ആ മാറലാണ് നമ്മുടെ യഥാർത്ഥ ഗ്രോത്ത് എന്ന് പറയുന്നത്, നമ്മുടെ വളർച്ച എന്ന് പറയുന്നത്. അങ്ങനെ വളരണം. അങ്ങനെ നമുക്ക് വളർന്ന് പന്തലിച്ച് നല്ല ഫലങ്ങൾ കായ്ക്കുന്ന, ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന ഒരു വലിയൊരു വൃക്ഷമായിട്ട് നമ്മൾ മാറണം. അപ്പം പതുക്കെ നമുക്ക് പരിശുദ്ധ അമ്മയുടെ കൂട്ടുപിടിക്കാം. കാരണം അമ്മയുടെ ഉള്ളിൽ ഈ താക്കോലാവുന്ന വചനത്തെ ഗർഭം ധരിച്ചവളാണ്. അവൾ നമുക്ക് കറക്റ്റ് കാണിച്ചു തരും ഏത് മേഖലയിൽ ഏത് വചനമാണ്, ഏത് റൂം തുറക്കാനായിട്ട് ഏത് താക്കോലാണ് എന്ന് പറയുന്ന പോലെ ഏത് മേഖലയിൽ ഏത് വചനമാണ് ഇട്ട് നീ തുറക്കേണ്ടതെന്ന് അവൾ നമ്മളെ സഹായിക്കും. അതുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ കൂടെ നമുക്കിരിക്കാം, പ്രാർത്ഥിച്ചു തുടങ്ങാം. ഈശോയെ, നാഥ, നിൻ്റെ അമ്മയുടെ കൂടെ ഞങ്ങൾ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു. കാരണം നിൻ്റെ അമ്മ നിന്നെ ഉദരത്തിൽ വഹിച്ചവളാണല്ലോ. ആ വചനമാകുന്ന താക്കോലിനെ ഉദരത്തിൽ വഹിച്ചവളാണല്ലോ. നിൻ്റെ അമ്മയ്ക്കറിയാം ഓരോ ജീവിത മേഖലയിൽ ഏത് വചനത്തെ വെച്ചിട്ടാണ് അത് തുറക്കേണ്ടതെന്ന്. പരിശുദ്ധാത്മാവേ, നീ ഞങ്ങളെ സഹായിക്കണമേ. ആ അടഞ്ഞിരിക്കുന്ന വാതിലിനുള്ളിലേക്ക് കയറുവാനായിട്ട്, അവിടുത്തെ പൊടിപടലങ്ങൾ ചുക്കിലിയൊക്കെ തൂത്ത് മാറ്റി വൃത്തിയാക്കാനായിട്ട്, നല്ല കഴിവുകൾ അവിടെ പ്രതിഷ്ഠിക്കാനായിട്ട് ദൈവമേ, അതിലൂടെ ഞങ്ങളെ വളർത്തിയെടുക്കാനായിട്ട് പരിശുദ്ധാത്മാവെ നീ സഹായിക്കണമേ. പിതാവായ ദൈവമേ, സ്വർഗത്തിൽ നിന്ന് നീ ആ താക്കോൽ തരണേ. ദാവീദ് ഭവനത്തിന് താക്കോൽ എൻ്റെ മേൽ വെച്ചിരിക്കുന്നു, നിൻ്റെ മേൽ വെച്ചിരിക്കുന്നു. നീ തുറന്നാൽ പിന്നെ ആരും അടയ്ക്കില്ല. ആർക്കും അടയ്ക്കാൻ പറ്റാത്ത അനുഗ്രഹത്തിൻ്റെ വാതിലുകൾ തുറക്കാനായിട്ട് കർത്താവേ നീ ഒരു കൃപ ഞങ്ങൾക്ക് തരണമേ. അമ്മേ മാതാവേ, പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. എൻ്റെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ്റെ അപേക്ഷിച്ചുള്ളമേ. ആമേ.